സ്വാശ്രയ മാനേജ്മെന്റ് വിഷയത്തിൽ ഫീസുമായി ബന്ധപ്പെട്ട യാതൊരു ചർച്ചകളും ഇന്ന് ഉണ്ടായിട്ടില്ല എന്ന് സ്വാശ്രയ മാനേജ്മെന്റ് പ്രതിനിധി ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ട് അറിയിച്ചതാണ്. നടന്നതെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ വിവാദങ്ങളും പ്രശ്നങ്ങളും എല്ലാം കെട്ടുകഥകൾ മാത്രമാണ്. അത് ഒരു അടഞ്ഞ അധ്യായമായി കണ്ടുകൊണ്ട് പ്രശ്നങ്ങൾ ഇവിടെ അവസാനിപ്പിക്കണമെന്നാണ് നിലവിൽ സ്വാശ്രയ മാനേജ്മെന്റ് പ്രതിനിധി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഷീജ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ഷീജ, അത് ഒരു അടഞ്ഞ അധ്യായമായി അവസാനിപ്പിക്കുക എന്നാണ് ഇപ്പോൾ മാനേജ്മെന്റ് പ്രതിനിധി പറഞ്ഞിരിക്കുന്നത്. നിലവിൽ ചർച്ച പരാജയമായിരിക്കുന്നു. അത്തരത്തിൽ യാതൊരു ചർച്ചകളും ഉണ്ടായിട്ടില്ല. ഇനി വരുന്ന അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻസ് മറ്റു വിഷയങ്ങൾ മാത്രമാണ് ഇന്ന് ഉണ്ടായതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഷീജ, കേൾക്കാമെങ്കിൽ. തീർച്ചയായും മഞ്ജു, ഏതായാലും മുതൽ ആരംഭിച്ച പലതരത്തിലുള്ള ചർച്ചകൾക്കാണ് ഇപ്പോൾ അന്ത്യമായിരിക്കുന്നത്. ഏതായാലും ചർച്ചകളിൽ ഒന്നും തന്നെ തീരുമാനമായില്ല, ധാരണയായില്ല എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും മാനേജ്മെന്റ് അസോസിയേഷന്റെ പ്രസിഡന്റ് കൃഷ്ണദാസ് തന്നെ ഈ കാര്യം വ്യക്തമാക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാം ഉയർന്നു വന്നിട്ടുള്ള ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സ്വാശ്രയ വിഷയവുമായി ഉയർന്നു വന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും അത് തികച്ചും അവാസ്തവം മാത്രമാണ്. അതെല്ലാം ഒരു അടഞ്ഞ അധ്യായമാണ്. ഈ വിഷയത്തിൽ ഒന്നും തന്നെ ഇന്ന് ചർച്ച നടന്നിട്ടില്ല എന്നാണ് ഇപ്പോൾ മെഡിക്കൽ മാനേജ്മെന്റ് അസോസിയേഷൻ ഭാരവാഹികൾ വ്യക്തമാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഏകദേശ ധാരണയിലേക്ക് കാര്യങ്ങൾ എത്തി, സമവായത്തിലേക്ക് ഇന്ന് എത്തും എന്നുള്ള രീതിയിലായിരുന്നു രാവിലെ കാര്യങ്ങൾ മുന്നോട്ട് പോയിരുന്നത്. എന്നാൽ ഈ വിഷയങ്ങളിൽ ഒന്നും തീരുമാനമായില്ല എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഈ മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയിൽ തീരുമാനമായില്ല. അതിനുശേഷം വീണ്ടും അവർ ആരോഗ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നു. അതിനുശേഷമാണ് ഇവരുടെ ഭാഗത്ത് നിന്ന് ഈ രീതിയിലൊരു പ്രതികരണം വന്നിരിക്കുന്നത്. ഏതായാലും സർക്കാരുമായി നടത്തിയ ചർച്ചകളിൽ തന്നെ ഒന്നും ധാരണയായിട്ടില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വരും വർഷത്തെ പ്രവേശന വിഷയം മാത്രമാണ് ഇന്നിപ്പോൾ സർക്കാരുമായി ചർച്ച ചെയ്തത് എന്നാണ് അസോസിയേഷൻ ഭാരവാഹികൾ വ്യക്തമാക്കുന്നത്. ഏതായാലും സ്വാശ്രയ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട് ഈ മുഖ്യമന്ത്രിയുമായി നടത്തുന്ന മാനേജ്മെന്റ് അസോസിയേഷന്റെ യോഗത്തിൽ തീരുമാനമാവുകയാണെങ്കിൽ സമരം പിൻവലിക്കും എന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ നിലപാട്. ഏതായാലും ഇത്തരത്തിൽ ഒരു നിലപാട്, പ്രത്യേകിച്ചും ചർച്ച പരാജയപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി എന്താകും തുടർ നടപടികൾ എന്നുള്ളത് തന്നെയാണ് ഏറെ നിർണായകരം. അഞ്ജു, ഷീജ, മറ്റൊരു കാര്യം കൂടിയുണ്ട്. മെറിറ്റ് സീറ്റിലെ പാവപ്പെട്ട കുട്ടികൾക്ക്, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പ് നൽകുമെന്നുള്ള തരത്തിലുള്ള വാർത്തകൾ നമ്മൾ തന്നെ നൽകിയതാണ്. പക്ഷേ എന്നാൽ ഇപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയത് നിലവിൽ വിവിധ കോളേജുകളിൽ സ്കോളർഷിപ്പ് നടപ്പാക്കുന്നുണ്ട്, അത് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. ഇന്ന് അതേക്കുറിച്ച് യാതൊരു വിധ ചർച്ചയും നടന്നിട്ടില്ല എന്നാണ്. തീർച്ചയായും മഞ്ജു, ആ രീതിയിലാണ് ഇപ്പോൾ മാനേജ്മെന്റ് അസോസിയേഷന്റെ ഭാരവാഹികളിൽ നിന്നും പ്രതികരണം വന്നിരിക്കുന്നത്. എന്നാൽ ഉച്ചയ്ക്ക് ആരോഗ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഇത്തരത്തിൽ ഒരു വിഷയം മുന്നോട്ട് വെച്ചിരുന്നു. അതും മെഡിക്കൽ മാനേജ്മെന്റ് അസോസിയേഷന്റെ ഭാഗത്ത് നിന്ന് തന്നെ ഇത്തരത്തിൽ ഒരു പ്രപ്പോസൽ മുന്നോട്ട് വെച്ചിരുന്നു എന്നുള്ള കാര്യം അവരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായ കാര്യമാണ്. ഇതേ തുടർന്നാണ് മാധ്യമങ്ങളെല്ലാം തന്നെ ഈ രീതിയിൽ വാർത്തയും നൽകിയത്. കാര്യങ്ങൾ ധാരണയിലേക്ക് എത്തുന്നു എന്നുള്ളത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട്. എന്നാൽ ഈ വിഷയങ്ങൾ ഒന്നും തന്നെ തങ്ങൾ സർക്കാരിന്റെ മുന്നിലേക്ക് വെച്ചിട്ടില്ല. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഈ വിഷയത്തിൽ ഒരു നിർദ്ദേശവും തങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയം ഒന്നും തന്നെ ഇന്നത്തെ യോഗത്തിൽ, സർക്കാരുമായുള്ള യോഗങ്ങളിൽ ചർച്ച ചെയ്തിട്ടില്ല എന്നാണ് ഇപ്പോൾ മെഡിക്കൽ മാനേജ്മെന്റ് അസോസിയേഷൻ വ്യക്തമാക്കുന്നത്. ഏതായാലും രാവിലെ മുതൽ ആരംഭിച്ച മാരത്തോൺ ചർച്ചകൾക്ക് അവസാനമാകുമ്പോൾ ഇതിൽ ധാരണയായിട്ടില്ല എന്നൊരു തീരുമാനമാണ് പുറത്തുവരുന്നത്. അഞ്ജു, തീർച്ചയായും ഷീജ, എങ്ങനെയെങ്കിലും സമരം അവസാനിപ്പിക്കാൻ ഒരുങ്ങിയിരുന്ന UDF മുമ്പിൽ വീണ് കിട്ടിയ ഒരു അവസരമായിരുന്നു ഈ സ്കോളർഷിപ്പും മറ്റ് നിലപാടുകളും ഒക്കെ. പക്ഷേ അതൊക്കെ ഇവിടെ UDF മുന്നിൽ വഴിയടഞ്ഞിരിക്കുകയല്ലേ? തീർച്ചയായും UDF ഇന്നത്തെ ഈ മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ തന്നെയായിരുന്നു പ്രതീക്ഷ അർപ്പിച്ചിരുന്നത്. പ്രത്യേകിച്ചും ഇന്നത്തെ ഈ യോഗത്തിൽ അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകും. അതിനുശേഷം സമരം പിൻവലിക്കാൻ ഒരു ധാരണയായിരുന്നു UDF-ലും ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ ചർച്ച പരാജയപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി തുടർന്ന് ഏത് രീതിയിൽ സമരം മുന്നോട്ട് കൊണ്ടുപോകാനാണ് UDF നീക്കം എന്നുള്ളത് തന്നെയാണ് ഏറെ നിർണായകരം. പ്രത്യേകിച്ചും നേരത്തെ ഫീസ് ഇളവും അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് ഫീസ് ഇളവ് എന്നുള്ളത് ആ രീതിയിൽ നൽകാൻ സാധിക്കുകയില്ല. കരാറിന്റെ വ്യവസ്ഥകൾ അത് നിയമപരമായി ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് സ്കോളർഷിപ്പ് എന്ന മുഖേന ഫീസ് ഇളവ് നൽകാൻ ആയിരുന്നു നിലവിൽ നേരത്തെ മാനേജ്മെന്റുകൾ ആലോചിച്ചിരുന്നത്. എന്നാൽ ഈ ഒരു ആലോചനയിൽ നിന്നും പൂർണ്ണമായും മാനേജ്മെന്റുകൾ പിന്നോട്ട് പോയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വിഷയം മുൻനിർത്തിയായിരുന്നു പ്രതിപക്ഷ സമരത്തിൽ ഇന്ന് തന്നെ അവസാനം ഉണ്ടാകും എന്ന രീതിയിലായിരുന്നു പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഒരു പ്രതീക്ഷയുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ ചർച്ചകളെല്ലാം, സർക്കാരുമായുള്ള ചർച്ചകളിലെല്ലാം തന്നെ ധാരണയാകാതെ പിരിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇനി UDF
UDF-ന് സമരം ഏത് രീതിയിലാകും എന്നുള്ളത് തന്നെയാണ് ഏറെ നിർണായകമായിരിക്കുന്നത്. തീർച്ചയായും അത് തന്നെയാണ്. ഇതുവരെയും സമരം ഈ ഒരു കൂടിക്കാഴ്ചയോടുകൂടി ഒരുപക്ഷെ സമരം പിൻവലിക്കാമെന്ന് പ്രതീക്ഷിച്ചിരുന്ന പ്രതിപക്ഷത്തിന്റെ പക്കൽ എല്ലാ വഴികളും അടഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം. ഇനി ഏവരും ഉറ്റുനോക്കുന്നത് പ്രതിപക്ഷം എന്ത് നിലപാട് സ്വീകരിക്കും, നിരാഹാരം അവസാനിപ്പിക്കുമോ എന്നുള്ള തരത്തിലുള്ള അതുക തന്നെയല്ലേ ഏവരും ഉറ്റുനോക്കുന്നതും. തീർച്ചയായും മഞ്ജു, ആ രീതിയിൽ തന്നെയാണ്. പ്രത്യേകിച്ചും നിലവിൽ ഇപ്പോൾ നിരാഹാരം അനുഷ്ഠിക്കുന്ന ഹൈബീഡിന്റെയും ഷാഫി പറമ്പിലിന്റെയും ആരോഗ്യസ്ഥിതി തീർത്തും മോശമാണ് എന്നുള്ളത് ഇന്ന് വീണ്ടും ഡോക്ടർമാർ പരിശോധിച്ച ശേഷം റിപ്പോർട്ട് നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ വൈകുന്നേരത്തോടുകൂടി അവരെ അടിയന്തരമായി ആശുപത്രിയിലേക്ക് മാറ്റണം എന്ന് തന്നെയായിരുന്നു കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ വിഷയത്തിൽ ഇന്ന് അനുകൂലപൂർണമായ കാര്യങ്ങളാണ് രാവിലെ മുതൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുമായുള്ള ഈ യോഗത്തിൽ അനുഭാവപൂർണമായ ഒരു തീരുമാനം ഉണ്ടാകും എന്ന് തന്നെയായിരുന്നു UDF-ന്റെ പ്രതീക്ഷ. എന്നാൽ അതിൽ നിന്ന് വിപരീതമായ കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി തുടർന്ന് ഏത് രീതിയിൽ സമരം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതിൽ തന്നെയാണ് ഇപ്പോൾ ഏറെ ആശയക്കുഴപ്പം UDF-ൽ നിലനിൽക്കുന്നത്. ഏതായാലും അടിയന്തര UDF യോഗം ചേർന്നുകൊണ്ട് ഇതിൽ ഇനി തുടർന്ന് ഏത് രീതിയിൽ സമരം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന വിഷയത്തിലാകും തീരുമാനം കൈക്കൊള്ളേണ്ടിയിരിക്കുന്നത്. ഇനി ഏത് രീതിയിൽ സമരം മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളത് വലിയ ചോദ്യചിഹ്നം തന്നെയാണ് ഇപ്പോൾ UDF-ന് പിന്നിൽ അവശേഷിക്കുന്നത്. ഷീജ, എന്തായാലും ഇന്നലെ ഏതാണ്ട് സമരം അവസാനിപ്പിക്കുന്ന ഘട്ടത്തിൽ വരെ എത്തിയതാണ്. അവിടെയാണ് ഫസൽ ഗഫൂറിന്റെ അഭിപ്രായം മുന്നോട്ട് വരുന്നതും അതിൽ നിന്ന് സമരവുമായി ശക്തമായി മുന്നോട്ട് പോകുമെന്ന ഒരു തീരുമാനത്തിലേക്ക് UDF എത്തുന്നതും. ഇവിടെ ഇന്നുണ്ടായ യോഗത്തിൽ അത്തരത്തിൽ യാതൊരു നിർദ്ദേശങ്ങളും മുന്നോട്ട് വെച്ചിട്ടില്ല ഒരംഗങ്ങളും. ഒപ്പം ചില അഭിപ്രായങ്ങൾ അത് ഉയർന്നു വന്നത് MES കോളേജുകളുടെ ഭാഗത്തു നിന്നുണ്ടായ നിലപാടാണ് എന്നും ഇന്ന് മാനേജ്മെന്റ് പ്രതിനിധി വ്യക്തമാക്കുകയും ചെയ്തു. തീർച്ചയായും മഞ്ജു, ആ രീതിയിൽ തന്നെയാണ് കൃഷ്ണദാസ് വ്യക്തമാക്കിയിരിക്കുന്നത്. മെഡിക്കൽ മാനേജ്മെന്റ് അസോസിയേഷന്റെ ഭാരവാഹിയായിട്ടുള്ള ഫസൽ ഗഫൂർ, MES-ന്റെ പ്രസിഡന്റായിട്ട് ഫസൽ ഗഫൂറിന്റെ ഭാഗത്ത് നിന്ന് മാത്രമാണ് ഈ രീതിയിൽ ഒരു നിർദ്ദേശം കഴിഞ്ഞ ദിവസം മുന്നോട്ട് വന്നിരുന്നത്. അത് മറ്റാരും തന്നെ ഈ വിഷയത്തിൽ ഊന്നി നിന്നിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയം മാനേജ്മെന്റ് അസോസിയേഷൻ ചർച്ച ചെയ്തതുമില്ല എന്നാണ് ഇപ്പോൾ മെഡിക്കൽ മാനേജ്മെന്റ് അസോസിയേഷൻ ഭാരവാഹികൾ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തങ്ങൾ ഈ വിഷയം തങ്ങളിൽ മറ്റാരും തന്നെ ഉന്നയിച്ചിട്ടില്ല. അല്ലാതെ തന്നെ പല രീതിയിൽ സ്കോളർഷിപ്പും കാര്യങ്ങളും മെഡിക്കൽ മാനേജ്മെന്റ് അസോസിയേഷന് കീഴിലുള്ള കോളേജുകൾ നൽകി വരുന്നതാണ്. അതുകൊണ്ട് തന്നെ പുതുതായി ഒരു കാര്യവും ഇനി ഇതിൽ മുന്നോട്ട് കൊണ്ടുപോകാനില്ല. നിലവിലെ കരാർ അനുസരിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനമെന്നും അസോസിയേഷൻ ഭാരവാഹികൾ വ്യക്തമാക്കുന്നു. അഞ്ജു, തീർച്ചയായും ഷീജ, ഇതുവരെ എന്തായാലും ഫീസിന്റെ കാര്യത്തിലോ സ്കോളർഷിപ്പിന്റെ കാര്യത്തിലോ യാതൊരുവിധ ചർച്ചകളും നടന്നിട്ടില്ല. വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ ചർച്ചയാകാമായിരുന്നത് അടുത്ത അധ്യയന വർഷത്തേക്കുള്ള പ്രവേശനം സംബന്ധിച്ച് മാത്രമാണ് നിലവിൽ ചർച്ചയായതുമെന്നാണ്. അങ്ങനെയെങ്കിൽ നിലവിൽ UDF കേന്ദ്രങ്ങൾ ഉയർത്തിയിരുന്നത് ഫീസ് കുറയ്ക്കുക, നിലവിൽ ഇന്നത്തെ ചർച്ചയിൽ ഉണ്ടാകുന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ സമരം പിൻവലിക്കാം എന്നുള്ളത് UDF-ന്റെ മാത്രം ഒരു വാദഗതിയായി വിലയിരുത്താൻ കഴിയില്ലേ? അഞ്ജു, തീർച്ചയായും ഇതിന്റെ ഇത്തരത്തിൽ ഇന്ന് നടക്കുന്ന ഈ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ തങ്ങൾക്ക് സമരം പിൻവലിക്കാൻ സാധിക്കും എന്നൊരു പ്രതീക്ഷയിൽ തന്നെയായിരുന്നു പൂർണ്ണമായും പ്രതിപക്ഷം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ ചേർന്ന UDF യോഗവും ഈ കാര്യത്തിൽ ഒരു ധാരണയിലെത്തിയിരുന്നു. പ്രത്യേകിച്ചും ഈ രീതിയിൽ സർക്കാരുമായി നടത്തുന്ന ചർച്ചയിൽ, പ്രത്യേകിച്ചും മുഖ്യമന്ത്രിയുമായി നടത്തുന്ന ചർച്ചയിൽ തീരുമാനമാവുകയാണെങ്കിൽ ഉടൻ തന്നെ സമരം പിൻവലിക്കാം എന്നൊരു തീരുമാനത്തിൽ തന്നെയായിരുന്നു പ്രതിപക്ഷം എത്തിയിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ചും അവരുടെ നിരാഹാരം അനുഷ്ഠിക്കുന്ന ഹൈബീഡിന്റെയും അതോടൊപ്പം തന്നെ ഷാഫി പറമ്പിലിന്റെയും അവസ്ഥ തീർത്തും മോശമായ അവസ്ഥയിൽ തുടരുന്നു. അവരെ ആശുപത്രിയിലേക്ക് മാറ്റണമെന്നടക്കമുള്ള നിർദ്ദേശങ്ങൾ വന്നിരിക്കുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ അവർക്ക് തിരിച്ചടിയായിക്കൊണ്ട് ഇപ്പോൾ ഈ ചർച്ചകളിൽ ഒന്നും തന്നെ ധാരണയായില്ല എന്ന് വരുന്നത്. അപ്പോൾ വലിയ പ്രതിസന്ധി ഇപ്പോൾ UDF-ന് തന്നെ വന്നിരിക്കുന്നു. പ്രത്യേകിച്ചും ഈ ഒരു വിഷയത്തിൽ ഇനി തുടർന്ന് എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. തീർച്ചയായും ഇപ്പോൾ ഷീജ ദയവായി തുടരുക. നിലവിൽ SFI സംസ്ഥാന സെക്രട്ടറി വിജിൻ കൂടി നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ വിജിൻ, എന്തായാലും സ്വാശ്രയ വിഷയത്തിൽ യാതൊരുവിധ ചർച്ചകളും ഫീസ് ഇളവ് നൽകുന്ന കാര്യത്തിൽ ചർച്ചകൾ ഉണ്ടായിട്ടില്ല, മറിച്ച് അടുത്ത അധ്യയന വർഷത്തിലേക്കുള്ള ചർച്ചകൾ മാത്രമാണ് ഉണ്ടായത് എന്ന് ഇപ്പോൾ മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷം മാനേജ്മെന്റ് പ്രതിനിധി അറിയിച്ചിരിക്കുന്നു. ഏത് രീതിയിൽ പ്രതികരിക്കുന്നു ഈ വിഷയത്തോട്? തീർച്ചയായും ഈ ശാസ്ത്രീയ വിഷയവുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസും UDF-ഉം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമരം ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞ ഒരു പ്രഹസന സമരമായിട്ട് മാത്രമാണ് കാണാൻ വേണ്ടി സാധിക്കുക. കാരണം ശാസ്ത്രീയ മേഖലയെ തകർത്ത് തരിപ്പണമാക്കിയതിന്റെ പൂർണ്ണ ഉത്തരവാദികൾ UDF-ഉം അതുപോലെ തന്നെ കേരളത്തിൽ കോൺഗ്രസും തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സ്വാശ്രയ
സംവിധാനം കേരളത്തിൽ ആരംഭിക്കുന്നത് തന്നെ എ കെ ആന്റണി മുഖ്യമന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിലാണ്. അന്ന് മുതൽ ഞങ്ങൾ ഇതിനെ എതിർക്കുകയാണ്. കഴിഞ്ഞ 5 വർഷക്കാലം കേരളത്തിലെ സ്വാശ്രയ മെഡിക്കൽ മേഖലയെ കച്ചവട മേഖലയാക്കി മാറ്റിക്കൊടുത്തത് ഉമ്മൻചാണ്ടിയുടെ സർക്കാരാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആ ഘട്ടത്തിലൊന്നും ഒരു ഘട്ടത്തിൽ പോലും ഒരു വിഷയം സംസാരിക്കാൻ തയ്യാറാകാത്ത യൂത്ത് കോൺഗ്രസിനെ പോലുള്ള സംഘടനകൾ കേരളത്തിലെ കുട്ടികളെ മെറിറ്റ് അട്ടിമറിക്കുന്നു, അതുപോലെ തന്നെ സാമൂഹ്യനീതി കാറ്റിൽ പറത്തുന്നു. ആ ഘട്ടത്തിൽ SFI ഉൾപ്പെടെയുള്ള സംഘടനകൾ ഏറ്റവും ശക്തമായ സമരങ്ങൾ നടത്തുന്ന ഘട്ടത്തിൽ ഒരക്ഷരം പോലും പറയാൻ തയ്യാറാകാത്ത സംഘടനകളാണ് ഇന്ന് കേരളത്തിൽ ഇത്തരം പൊറാട്ട് നാടകങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താ ഇവിടെ സ്വാശ്രയ മേഖലയിലെ പ്രശ്നം? ഈ വർഷത്തെ ഗവൺമെന്റിന്റെ സമീപനത്തിന്റെ ഭാഗമായി 700-ൽ പരം വിദ്യാർത്ഥികൾക്ക് അധികമായി ഇവിടെ സ്വാശ്രയ മേഖലയിൽ മെറിറ്റിൽ പ്രവേശനം നേടാൻ സാധിച്ചു. നിങ്ങൾ ഇവിടെ ആലോചിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇവിടെ ഈ സമര പ്രവർത്തനം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ കഴിഞ്ഞ വർഷത്തെ കേരളത്തിലെ സ്വാശ്രയ സമരങ്ങളിൽ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും അണിനിരന്നിരുന്നു. മികച്ച മാർക്ക് വാങ്ങിയ വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ അവരുടെ രക്ഷിതാക്കൾ സമരങ്ങൾ അണിനിരന്നിരുന്നു. ഇതുവരെയായിട്ടും കേരളത്തിലെ സ്വാശ്രയ വിഷയത്തിൽ ഒരു രക്ഷിതാവും ഒരു കുട്ടി പോലും പരാതി പറയുന്ന നിലയുണ്ടായില്ലല്ലോ. ഇവർ സാഹചര്യം മനസ്സിലാക്കേണ്ടത്. ഇവിടെ സാഹചര്യമൊക്കെ കേരളത്തിലെ സ്വാശ്രയ മെഡിക്കൽ മാനേജ്മെന്റുകൾ കേരളത്തിൽ ഹൈക്കോടതി സമീപിക്കുകയും എല്ലാ സീറ്റിലേക്ക് അവർക്ക് അനുകൂലമായ ഒരു വിധി നേടുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഗവൺമെന്റ് കേരളത്തിലെ മെറിറ്റ് സീറ്റുകൾ നഷ്ടപ്പെടുന്ന നിലയിൽ അവരെ ഒരു ചർച്ച കൊണ്ടുവരികയും ഒരു ധാരണയിലെത്തുകയും ചെയ്തത്. 20 കോളേജുകൾ ഈ വർഷം കേരളത്തിലെ ഗവൺമെന്റുമായി കരാറിൽ ഒപ്പിടുന്നു. ഇവിടെ 700-ലധികം വിദ്യാർത്ഥികൾക്ക് മെറിറ്റിൽ പ്രവേശിക്കാൻ അവസരം കിട്ടുന്നു. അതുപോലെ തന്നെ 25,000 ഫീസിൽ BPL വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ SC ST വിദ്യാർത്ഥികൾക്കും പഠിക്കാനുള്ള സാഹചര്യം കേരളത്തിൽ ഉണ്ടാകുന്നു. ഇതൊന്നും കാണാതെ കേവലം ഒരു രാഷ്ട്രീയ ലക്ഷ്യം മാത്രം മുൻനിർത്തിക്കൊണ്ട് ഇത്തരം പ്രഹസനങ്ങളാണ് ഇവർ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും വിജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നിലവിൽ എന്തായാലും മിക്ക സ്കൂളുകളിലും പ്രവേശനം പൂർത്തിയാക്കി ക്ലാസുകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇവിടെ എന്തിന് UDF ഇത്തരത്തിലൊരു പൊറാട്ട നാടകം കളിച്ചിരിക്കുന്നു? തീർച്ചയായും ഇവിടെ ഇവർ നടത്തിയിരിക്കുന്നത് ഒരു പ്രഹസന സമരമാണ്. ഞാൻ അതാണ് ആവർത്തിച്ച് പറയുന്നത്. കാരണം കഴിഞ്ഞ 5 വർഷക്കാലം കേരളത്തിലെ സ്വാശ്രയ മെഡിക്കൽ മേഖലയുടെ അഴിഞ്ഞാട്ടമാണ് കണ്ടുകൊണ്ടിരുന്നത്. 1800 റാങ്ക് കിട്ടിയ കുട്ടിക്ക് കഴിഞ്ഞ വർഷം മെറിറ്റ് പ്രവേശനം കിട്ടിയിട്ടില്ല. SFIയുടെ സ്റ്റേറ്റ് ഭാരവാഹി എന്ന രീതിയിൽ ഇന്നും കഴിഞ്ഞ വർഷത്തെ രക്ഷിതാക്കൾ വിദ്യാർത്ഥികൾ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം 1800 കിട്ടിയ കുട്ടിക്ക് പ്രവേശനം കിട്ടുന്നില്ല. ഈ വർഷം 2700 ലിസ്റ്റ് കഴിഞ്ഞിരിക്കുന്നു. മെറിറ്റ് പ്രവേശനം ലഭിക്കുന്ന അവസ്ഥ വരുന്നു. അപ്പൊ കഴിഞ്ഞ വർഷം കോടികളുടെ തലവരിപ്പണം വാങ്ങിക്കുന്നു, അതുപോലെ തന്നെ മെറിറ്റ് നഷ്ടപ്പെടുന്നു, മെറിറ്റ് സീറ്റുകൾ ഉൾപ്പെടെ മാനേജ്മെന്റ് സീറ്റാക്കി മാറ്റുന്നു. ഇതിനെല്ലാം ഒത്താശ ചെയ്തു കൊടുത്ത കോൺഗ്രസും UDFും ഇന്ന് ഇവിടെ നടത്തുന്നത് പ്രഹസന സമരം മാത്രമാണ്. കേരളത്തിലെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന സമരമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് കേരളത്തിലെ ജനങ്ങൾ ഇന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വിദ്യാർത്ഥി സമൂഹം ഇന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം സമരങ്ങളെ പൂർണ്ണമായും കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കാൻ നിലയേണ്ട അവജ്ഞയോടെ തള്ളിക്കളയും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. തീർച്ചയായും പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെ തുടങ്ങി വെച്ച ഒരു സമരം അത് ഏത് രീതിയിൽ അവസാനിപ്പിക്കുമെന്നുള്ള ഒരു പ്രതിസന്ധിയിൽ തന്നെയല്ലേ നിലവിൽ UDF? തീർച്ചയായും ആ നിലയിലേക്ക് എത്തിയിരിക്കുന്നു ഈ സമരം. കാരണം ആദ്യം അവർ പന്തൽ കെട്ടി സമരം നടത്തുന്നു, യൂത്ത് കോൺഗ്രസ് സമരം നടത്തുന്നു, ഒരു മഷിക്കുപ്പി സമരം നടത്തുന്നു. അതിനുശേഷം അവരുടെ പന്തലിലേക്ക് ഗ്രനേഡ് പൊട്ടിയെന്ന് ആരോപിക്കുന്നു. അവർ അവരുടെ നേതാവിനെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നു. അവിടെ സമരം പന്തൽ പൊളിച്ച് സമരം അവസാനിപ്പിക്കുന്നു. വീണ്ടും നിയമസഭയ്ക്കുള്ളിൽ അടുത്ത നാടകം അരങ്ങേറുകയാണ്. അവർ നാടകം അരങ്ങേറുന്നു. നിലവിൽ സമരത്തിലുണ്ടായ ഒരാൾ പിന്മാറുന്നു. അതുപോലെ തന്നെ ആരും തിരിഞ്ഞു നോക്കാത്ത നിലയിലേക്ക് ആ സമരം എത്തി നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾക്കാർക്കും ആ സമരത്തോട് യോജിക്കാനാവുന്നില്ല. പൊതുസമൂഹം ആകെ തന്നെ ഈ സമരത്തെ തള്ളിക്കളയ നിലയിൽ എത്തിയിരിക്കും. ഇത് എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണം, അതിനുവേണ്ടി ഇടപെടൽ ഇന്നിവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ സ്വാശ്രയ പ്രവേശനം ഏറ്റവും മികച്ച നിലയിൽ, പരാതികളില്ലാത്ത നിലയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇനി ഇതിൽ നിന്ന് എങ്ങനെയും തടിതപ്പുക എന്നൊറ്റ ലക്ഷ്യത്തിൽ മാത്രമാണ് യൂത്ത് കോൺഗ്രസ് ആയാലും UDF ആയാലും നിന്നുകൊണ്ടിരിക്കുന്ന എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഇവരെ പൊറാട്ട് നാടകങ്ങൾ, സമര നാടകങ്ങൾ കേരളത്തിലെ ജനങ്ങൾ ഇന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. തീർച്ചയായും നിലവിൽ എന്തായാലും ഫീസിൽ ഒരു ചർച്ച അല്ലെങ്കിൽ സ്കോളർഷിപ്പ് കാര്യത്തിൽ ഒരു ചർച്ച ഇങ്ങനെയൊന്നും ഇന്ന് ഉണ്ടായിട്ടില്ല എന്ന് മാനേജ്മെന്റ് പ്രതിനിധികൾ ആവർത്തിക്കുന്നു. ഈ ഒരു ഘട്ടത്തിൽ ഇന്നത്തെ ചർച്ചയ്ക്ക് ശേഷം സമരം പിൻവലിക്കും എന്നുള്ള തരത്തിലാണ് UDF ഇതുവരെയും വാദമുഖങ്ങൾ ഉന്നയിച്ചത്. ഇത്തരത്തിൽ യാതൊരു ചർച്ചയും ഉണ്ടാകാത്ത ഒരു സാഹചര്യത്തിൽ നിലവിൽ സർക്കാരുമായോ മാനേജ്മെന്റ് പ്രതിനിധികളുമായോ ഈ വിഷയത്തിലൊന്നും നിലവിൽ ചർച്ചകൾ നടത്തിയിട്ടില്ല, സംസാരിച്ചിട്ടുമില്ല. അങ്ങനെയെങ്കിൽ ഇത്തരം ഈ
ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സമരം പിൻവലിക്കാം എന്നുള്ള UDF-ന്റെ നിലപാട്, അത് UDF-ന്റെ വെറും വാദമുഖങ്ങൾ മാത്രമായി വിലയിരുത്താൻ കഴിയില്ലേ? തീർച്ചയായും ഇത് അങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ദിശയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവർ സമരം നടത്തുന്നത് ആർക്ക് വേണ്ടിയാണ്? ഇന്ന് കേരളത്തിലെ ജനങ്ങളെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ സാഹചര്യം ഇവർ മനസ്സിലാക്കിയിട്ടാണോ സമരം എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾ ഇന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ എങ്ങനെയെങ്കിലും ഈ സമരം അവസാനിപ്പിക്കണമെന്ന ഒരു ഗത്യന്തരമില്ലാത്ത അവസ്ഥയിൽ ഇന്ന് UDF-ഉം അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസും എത്തിയിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആരാണ് സ്വാശ്രയ മേഖല ഇങ്ങനെ അഴിഞ്ഞാടാൻ അനുവദിച്ചതെന്ന് ചോദിച്ചാൽ അത് ഈ സമരം കിടക്കുന്ന ആൾക്കാരാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. AK ആന്റണിക്ക് തന്നെ കഴിഞ്ഞ വർഷം ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോഴാണ് AK ആന്റണി ആശ്രയം കൊണ്ടുവന്ന AK ആന്റണി പറയുകയാണ്, എനിക്ക് തെറ്റുപറ്റി സ്വാശ്രയത്തിന്റെ കാര്യത്തിൽ, സ്വാശ്രയ കോളേജുകൾ നിയന്ത്രിക്കാൻ പറ്റാത്ത നിലയിലേക്ക് കേരളം മാറിയിരിക്കുന്നു എന്ന് ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോഴാണ് AK ആന്റണി പറഞ്ഞത്. ആ ഒരു സാഹചര്യത്തിൽ ഉൾപ്പെടെ ഇന്ന് നടന്ന ഈ സമരം എങ്ങനെയും അവസാനിപ്പിക്കുക എന്ന നിലയിൽ UDF എത്തിയിരിക്കുന്നു. അവരെ കേരളത്തിലെ ജനങ്ങൾ അവരുടെ തട്ടിപ്പ് തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. വളരെയധികം നന്ദി വിജിൻ ഈ അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഷീജയിലേക്ക് തന്നെ പോകുന്നു. ഷീജ, എന്തായാലും ഫീസുമായി ബന്ധപ്പെട്ടോ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ടോ നിലവിൽ യാതൊരുവിധ ചർച്ചകളും ഉണ്ടായിട്ടില്ല എന്ന് മാനേജ്മെന്റ് പ്രതിനിധി വ്യക്തമാക്കിയിരിക്കുന്നു. ഇവിടെ ഈ ഒരു അവസരത്തിൽ എന്തായാലും കുഴങ്ങിയിരിക്കുന്നത് UDF തന്നെയല്ലേ? പ്രതിപക്ഷത്തിന്റെ നിരാഹാര സമരം. ഷീജയിലേക്ക് വരാം. ഇപ്പോൾ PC വിഷ്ണുനാഥ് കൂടി നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ PC വിഷ്ണുനാഥ്, നിലവിൽ ഉയർത്തിയ വാദമുഖങ്ങൾ എന്തായാലും ഇന്ന് ഉണ്ടാകുന്ന ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ സമരം പിൻവലിക്കാം എന്നുള്ളതായിരുന്നു ഇതുവരെ അറിയിച്ചിരുന്നത്. എന്നാൽ മാനേജ്മെന്റുമായോ സർക്കാരുമായോ യാതൊരുവിധ ചർച്ചയും ഈ ഒരു കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് മാനേജ്മെന്റ് പ്രതിനിധികൾ തന്നെ ഇപ്പോൾ മാധ്യമങ്ങളെ അറിയിച്ചത്. ഏത് രീതിയിൽ പ്രതികരിക്കുന്നു? ഞങ്ങൾക്ക് മാനേജ്മെന്റിനുമായിട്ടല്ലല്ലോ ചർച്ച ചെയ്യേണ്ടത്. മാനേജ്മെന്റുമായി ചർച്ച ചെയ്ത് ഞങ്ങൾ ഉന്നയിക്കുന്ന ഈ നാട്ടിലെ സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഈ വർദ്ധിപ്പിച്ച കൊള്ള ഫീസ് കുറയ്ക്കുക എന്നുള്ളത് ജനങ്ങള് എലക്ട് ചെയ്ത ഒരു ഗവൺമെന്റിനോട് ഞങ്ങൾ ആവശ്യപ്പെട്ടതാ. നിങ്ങളുടെ ഒരു ആവേശം കണ്ടു കഴിഞ്ഞാൽ ഫീസ് കുറയ്ക്കണ്ട എന്ന് മാനേജ്മെന്റ് പറഞ്ഞപ്പോഴത്തേക്കും കൈരളി ഇത്ര ആവേശം കൊള്ളേണ്ട കാര്യമില്ല. നമുക്കൊക്കെ വിഷമവും ദുഃഖവും ഉണ്ടാകേണ്ട ഒരു കാര്യമല്ലേ. ഇന്നലെ അതിന്റെ ഒരു ഞങ്ങൾക്കൊരു ആവേശവും ഇല്ല, മറിച്ച് മിക്ക സ്കൂളുകളുടെയും പ്രവേശനം പൂർത്തിയാക്കി നിലവിൽ ക്ലാസുകൾ ആരംഭിച്ച ഒരു സാഹചര്യമാണുള്ളത്. അവിടെ ഫീസ് കുറയ്ക്കുന്നതിനായിട്ട് നിലവിൽ നിയമപരമായും സാങ്കേതികമായും ഒട്ടേറെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് മുഖ്യമന്ത്രി ഉൾപ്പെടെ മാനേജ്മെന്റ് പ്രതിനിധികൾ ഉൾപ്പെടെ ആവർത്തിച്ചതാണ്. എന്നിട്ടും ഇത്തരത്തിൽ നിങ്ങൾ സമരവുമായി മുന്നോട്ട് പോകുമ്പോൾ അല്ല, ഞങ്ങൾ സമരമായിട്ട് മുന്നോട്ട് പോകുന്നത് വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടിയാണ്. ഇവിടെ ഇന്നലെ ഒരു സംഘടനയുടെ നേതാവായിരുന്ന ശ്രീ ഫസൽ ഗഫൂർ ഒരു മാധ്യമത്തിൽ വന്ന് ഫീസ് കുറയ്ക്കുന്നതിന് അവർ തയ്യാറാണ് എന്ന് പറഞ്ഞത് കേരളത്തിലെ അരിയാഹാരം കഴിക്കുന്ന ജനങ്ങളെല്ലാം കേട്ടതാണ്. ഒരിക്കലുമില്ല ശ്രീ PC വിഷ്ണുനാഥ്. അദ്ദേഹം പിന്നീട് നമ്മുടെ ചാനലിൽ ഉൾപ്പെടെ ആവർത്തിച്ചതാണ്. താൻ പറഞ്ഞത് ഫീസ് കുറയ്ക്കുന്നതിനെ കുറിച്ചല്ല. അദ്ദേഹം അപ്പോഴും ആവർത്തിച്ചതാണ് നിയമപരമായി സാങ്കേതികപരമായി ഫീസ് കുറയ്ക്കുന്നതിൽ ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട്, മറിച്ച് സ്കോളർഷിപ്പിനെ പറ്റി ആലോചിക്കാം, അത് MES കോളേജുകളുടെ കാര്യത്തിൽ മാത്രമെന്നും അദ്ദേഹം ആവർത്തിച്ചതാണ്. അല്ല, ഇവിടെ സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ്. കാരണം ഈ കൊള്ള കരാർ ഒപ്പിട്ടത് സർക്കാരാണ്. ഇപ്പൊ ഒരു മാനേജർ സ്കോളർഷിപ്പ് പറഞ്ഞു, അപ്പോ മാനേജ്മെന്റിനെ ഭീഷണിപ്പെടുത്തി ഈ ഫീസ് കുറയ്ക്കാൻ വന്ന മാനേജ്മെന്റിനെ കൊണ്ട് ഭീഷണിപ്പെടുത്തി പിന്തിരിപ്പിച്ച് ജനവിരുദ്ധമായ ഒരു സമീപനം സ്വീകരിക്കുന്ന ഒരു സർക്കാർ എക്സ്പോസ് ചെയ്യപ്പെട്ടല്ലോ ഈ സർക്കാർ ജനങ്ങളുടെ മുമ്പാകെ. അപ്പൊ നിങ്ങളുടെ ആവശ്യം എന്താണ്? പരിഹാരത്തെ ഫീസ് കുറയ്ക്കുന്നത് മാനേജർമാരുടെ ആവശ്യമൊന്നുമില്ലല്ലോ. കൂത്തുപറമ്പ് രക്തസാക്ഷികളുടെ പേരിൽ അധികാരത്തിൽ വന്ന ഒരു സർക്കാരിന് പരിഹാരത്തെ ഫീസ് പോലും കുറയ്ക്കാൻ തയ്യാറാകാത്തത് ജനങ്ങളുടെ മുമ്പാകെ നിൽക്കല്ലേ? ജനങ്ങൾ കാണട്ടെ നിങ്ങളുടെ പ്രതിബദ്ധത ആരോടാണ്. നിങ്ങൾ ഇന്നലെ ഉന്നയിച്ച ആവശ്യങ്ങൾ ക്രൈംബ്രാഞ്ച് എന്തായാലും വളരെയധികം നന്ദി ശ്രീ PC വിഷ്ണുനാഥ് ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്.